നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 മാർച്ച് മാസം 27-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 13-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഭഗവാന്റെ ദിവസമാണ്, ഗുരുവിൻ്റെ ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രവും ചതയ നക്ഷത്രമാണ്. ഇപ്പോൾ ചതയ നക്ഷത്രവും ഗുരുവിൻ്റെ ദിവസവുമായിട്ട് വന്നിരിക്കുകയാണ്. വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരുന്ന ദിവസമാണ്. വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. വളരെ സാമ്പത്തിക പുരോഗതിയെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം. പ്രത്യേകിച്ച് മീനമാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലമാണ് നോക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം ഭാഗ്യദായകമായി തീരും. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗം കിട്ടും. ജോലിയിലിരിക്കുന്നവർ സൈഡായിട്ട് എന്തെങ്കിലും കൂടി ചെയ്യാൻ സാധിക്കും. പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നവർക്ക് സാധിക്കും. അതേപോലെ അത് വിജയിക്കും. അതുപോലെ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷത്തെ ദൈവം തന്നിരിക്കുകയാണ്, ഗുരു പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പം നമ്മൾ പ്രധാനമായിട്ട് നല്ല ദിവസമാണ്, നല്ല മുഹൂർത്തമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇറങ്ങി മൊത്തത്തിൽ നമുക്ക് 120-ൽ പോകാനൊന്നും പറ്റത്തില്ല. ചിലയിടത്ത് ബ്രേക്ക് ചവിട്ടേണ്ടി വരും, ചിലയിടത്ത് വണ്ടി നിർത്തിയിടേണ്ടി വരും, ഒക്കെ ചെയ്യും. ട്രാഫിക് ജാമാണെങ്കിൽ വണ്ടി നിർത്തിയിടേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആക്കി വയ്ക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. 12:06 തൊട്ട് 12:54 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഈ മൊത്തത്തിൽ നല്ല സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ നമുക്ക് കൊള്ളാത്ത 2-3 സമയം, യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമുള്ളൂ. രാഹുകാലം കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. 1:30 മണി മുതൽ 3 മണി വരെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:30 മണിക്ക് തുടങ്ങൂല. 2 മണി മുതൽ 3:30 മണി വരെയാണ് ഇന്ന് രാഹുകാലം. അപ്പോൾ അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്, അങ്ങോട്ട് മാറിയാണ്. ഇപ്പോൾ ഈ രാഹുകാലത്തിന് മുമ്പോ നമ്മൾ ദിവസം സാധാരണ ആളുകളെല്ലാം രാവിലെ ഓരോ കാര്യത്തിന് പോവും. ചിലപ്പോൾ ദൂരയാത്രകൾ, മറ്റെന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾക്ക് ഈ സമയത്ത് തുടങ്ങരുത്. കാരണം രാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയമാണ് 9:29 തൊട്ട് 10:59 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 6:28 തൊട്ട് 7:59 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. കാര്യങ്ങളൊന്നും തന്നെ ഭംഗിയായി വരത്തില്ല. അപ്പോൾ ഈ സമയം നമുക്ക് വളരെ സൂക്ഷിച്ച് പോവേണ്ട സമയം തന്നെയാണ്. അതുപോലെ ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളണം. കാരണം ഓരോ ദിവസവും അന്നത്തെ ദിവസത്തിൻ്റെ കളറിലുള്ള വസ്ത്രം ധരിച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഗുരുവിൻ്റെ കളറാണ് ശരിക്കും മഞ്ഞ കളറ്, അല്ലെങ്കിൽ ശരിക്ക് സ്വർണ്ണ കളറ്, ഗോൾഡൻ കളറ്. അപ്പോൾ ഈ കളറ് അല്ലെങ്കിൽ കളറുമായി മിക്സായിട്ടുള്ള വസ്ത്രം ധരിച്ച് പോകുന്നത് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും, ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഗുരു എല്ലാമാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ പൂർണ്ണ പ്രീതി നമുക്കുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു ഐശ്വര്യപ്രദമായ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഐശ്വര്യപ്രദമായ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.